ഹായ്. ഇന്ന് ഗുജറാത്തിൻ്റെ ബോർഡറിലുള്ള, രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും ബോർഡറിലുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്ന് തങ്ങിയത്. ഇപ്പോൾ സമയം രാവിലെ 8 മണിയാണ്. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. റൂം വെക്കേറ്റ് ചെയ്യാൻ നേരത്ത് പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ഗുജറാത്തിൽ ഒരു അതിഥി രാവിലെ മുറിയിലേക്ക് കടന്നു വന്നു. ആ അതിഥിയെ കാണിക്കുന്നതിന് മുമ്പ് ഈ റൂമിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇതാണ് റൂം. എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പുറത്ത് നല്ല സുഖ സൗകര്യങ്ങളൊക്കെ കാണാം. അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ പുതിയൊരു ഹോട്ടലാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ പുറത്തെ റെസ്റ്റോറൻറ്റും ഒരു വണ്ടർല പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകുവശത്തെ കൺവെൻഷൻ ഹോളും അതൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്തായാലും ഇനി കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ റൂമിലേക്ക് പ്രതീക്ഷയിൽ കടന്നു വന്ന ഒരു അതിഥിയാണ്. ഒരു ഗുജറാത്തി അതിഥിയാണ്. അദ്ദേഹം പെരക്കകത്തേക്ക് കടന്നു വന്നു. ഒരു മടിയും കാണിച്ചില്ല. ആദ്യം ഞങ്ങളൊന്ന് ഭയന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ചിരിയും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും ഞങ്ങളിൽ നൽകിയ ആ സന്തോഷം ചില്ലറയല്ല. ആ അതിഥിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് അതിഥി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ആ അതിഥിയാണ് ഈ അതിഥി. ഇങ്ങനെ ഒരു കാഴ്ച സ്വപ്നങ്ങളിൽ മാത്രം. ഇതിൻ്റെ വാ കണ്ടാൽ പെറ്റ തള്ള സൈക്കിള പേടിച്ച് വിറച്ചു പോവും. പക്ഷേ ഒന്ന് ഞെട്ടി. പക്ഷെ ഞാൻ അവന് ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് ഒരു പട്ടിയെ എങ്ങനെ പരിശീലിപ്പിക്കണം, ഒരു പട്ടിയെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയാവുന്ന എൻ്റെ ആ ബുദ്ധിയിൽ ഞാൻ അവനെ അങ്ങ് മെരുക്കി. അവനെ ഞാൻ മെരുക്കാൻ ഉപയോഗിച്ച ആയുധമായിരുന്നു യാത്രയിൽ ഞാൻ സൂക്ഷിക്കുന്ന ഈ ഐറ്റം. പിടിച്ചോ, കണ്ട. ഇദ്ദേഹത്തിൻ്റെ വർക്ക് നിസ്സാരമല്ല. ഇതൊരു നിസ്സാര ബ്രീഡല്ല. ഭയങ്കര ഈ ഹോട്ടലിൻ്റെ വലിയ ആ മനുഷ്യൻ്റെ, കുടീശ്വരൻ്റെ, അയാളുടെ വളർത്തു മുത്താണിത്. ഇദ്ദേഹം ഇവിടെ എത്തിയത് ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ മുറി പൂട്ടി. നോക്ക്, ഞങ്ങൾ മുറി പൂട്ടി. അദ്ദേഹം പുറത്ത് കടക്കരുത്. എന്നാൽ ഇദ്ദേഹത്തെ വെച്ച് നിങ്ങളിത് കാണിക്കുകയും ചെയ്യണം. എന്നാ മോനെ വെച്ചാ കടാ. നോക്കിക്കോളൂ. പുള്ളിക്ക് പ്രത്യേക റിസ്ക് ഒന്നും വേണ്ട. ഇതിലും വലിയ ഒരു കാഴ്ച സാജൻ പൈനാപ്പിളിൻ്റെ ഈ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. നോക്കിക്കോളൂ, ക്യാച്ച്. അത് മാത്രം പുള്ളി മിസ്സായി. പല്ലേ തട്ടി ആ ബിസ്ക്കറ്റ് തെറിച്ചു പോയതാണ്. അതിന് പിടിക്കാൻ പറ്റുന്നതല്ല. വെച്ചാ കൊച്ചു വരുമ്പോ ഞെട്ടിപ്പോ കണ്ടിട്ടില്ലല്ലോ. വെച്ചാ പല്ലിൽ തട്ടിത്തെറിക്കുകയാണ്. അല്ലാണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പല്ലിൽ തട്ടിത്തെറിച്ചു പോവുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഇനി ഈ ബിസ്ക്കറ്റ് വിടാൻ ശേഷം അദ്ദേഹത്തിൻ്റെ എന്ത് വൃത്തിയാണെന്നറിയാമോ? പുള്ളി കുളിച്ച് സുന്ദരനായി രാവിലെ അവിടെ നിന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ബിസ്ക്കറ്റ് അവിടെ കൊടുത്തു എന്ന് ഒരു തെറ്റേ കിട്ടുള്ളൂ. ആ ബിസ്ക്കറ്റ് കൊടുത്ത വഴിക്ക് തന്നെ അദ്ദേഹം എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു. നീ ഇപ്പോൾ സാജൻ പൈനാപ്പിൾ എൻ്റെ ട്രാവൽ വീഡിയോസിൽ എന്നെ കൂടെ കൂടി അംഗമാക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം സ്നേഹത്തോടെ എൻ്റെ അയ്യോടാ ഇതിൻ്റെ വാ കണ്ട പേടിച്ചു പോട്ടോ. എന്നോ ഇതിൻ്റെ ഒരു കടി കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാലൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ പെട്ടുപോയാൽ പിന്നെ നമ്മളില്ല മക്കളെ. എന്തായാലും അതിൻ്റെ നാക്കണ്ട ഇത് എന്നാണ് കേട്ടാ. എത്രയായാലും അകലെയായാലും, എത്ര 10,000 കിലോമീറ്റർ അകലെയായാലും മനുഷ്യനാണോ നന്ദി അതോ ഇതുങ്ങൾക്കാണോ നന്ദി എന്ന് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതിലും വലിയ ഉദാഹരണം വീണ്ടും മോനെ കമോൺട്രാ. നമ്മുടെ പാണ്ടിപ്പടയ്ക്കകത്ത് മറ്റേ അവൻ്റെ വരുന്ന പ്രകാശരാജ് പറയുന്ന പോലെ കമോൺട്രാ കമോൺ. ഈശ്വര, ഇതിനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. എടുത്താലോട്ട് പൊങ്ങോ. ഭയങ്കര കനമുള്ള വലിയൊരു ബ്രീഡാണ്. പുള്ളിക്ക് ചൊറിച്ചിൽ തുടങ്ങി. പുള്ളി കുറേ ട്രീറ്റ്മെൻറ്റിലാട്ടോ. നക്കി തുറത്തുകയാണ്. അദ്ദേഹത്തെ കുളിപ്പിച്ചതാണ്. ആ കുളിയെ കഴിഞ്ഞ് വന്ന കാരണം കുറേ വെള്ളമൊക്കെ മേത്തിരിപ്പുണ്ട്. അദ്ദേഹം സജ്ജമായി
അടുത്ത ക്യാച്ച് കണ്ട ഓരോടെ ഉണ്ട്. പിടിച്ചോ. അയ്യോ, ഇനി നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് പുറത്തേക്കൊന്ന് പോകാം. കൊച്ചു വരട്ടെ. മോളെ മോളെ വേമ്പോ. അദ്ദേഹത്തിൻ്റെ ആ മസ്മരിമമായ ആ സുലഭമായ ആ പ്രകടനം ഈ അവസരത്തിൽ കാണിക്കാൻ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ബിസ്ക്കറ്റ് തുറന്നു. നമുക്ക് പുറത്തേക്ക് പോകാം. അദ്ദേഹത്തെ കൊണ്ട് മോളെ ഹേമ പുറത്തേക്ക് ഒരു ഗുജറാത്ത് സുഹൃത്തിനെ കിട്ടിയ ഉന്മേഷത്തിൽ हमारा बच्चा गुजरात का बच्चा, गुजरात राजस्थान का बॉर्डर का बच्चा, come on. Catch. Oh, come on. ഇതിലും വലിയ ഒരു രസകരമായ കാഴ്ച. Come on, follow me. Come on. Come on. എത്ര ഉയരങ്ങളിലിട്ട് കൊടുത്താലും ഈ ബിസ്ക്കറ്റുകളൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. പിടിച്ചോളാം. ഒന്നും താഴെ കളയില്ല എന്നാണ് ചക്രവാണിതൻ വാക്യം. നോക്കിക്കോ. ഇങ്ങനെ ഇട്ടാലും എല്ലാം അദ്ദേഹത്തിൻ്റെ വായിൽ ആനവായിൽ ആംഭഴങ്ങ എന്ന് പറയുന്നത് പോലെയാണ്. നോക്കിക്കോളൂ. പല്ലെ തട്ട് തെറിച്ചു. നോക്കിക്കോ. ചക്രമാണ്. വിളിച്ചടുത്ത് ഇട്ട് തൊടണ്ട. ഡോണ്ടോ സിറ്റ് ഉണ്ടോ. അവനങ്ങനെ ഈ ബിസ്ക്കറ്റ് കണ്ടിട്ട് ആക്രാന്തം വന്ന ഒരുത്തരൊന്നുമല്ല. സ്റ്റാൻഡേർഡുള്ള കുടുംബത്തിൽ പറഞ്ഞവന്. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൻ്റെ ബോർഡറിലെ ഒരു നിസാരക്കാരനായ ആളല്ല അവൻ. നമ്മല്ലോ ഇത് പിടിച്ചു വരയ്ക്കാനൊന്നും വരില്ല അവൻ. ഇനി വേണം അതൊക്കെ മതി. അങ്ങനെ ഞാൻ പോവുകയാണ്. ഇനി അവൻ എൻ്റെ കൂടെ വരുമോ എന്നറിയാം. അവൻ വേണി എൻ്റെ വണ്ടിയിൽ കയറിയവരോട് പോരും. പക്ഷേ ഞാൻ കൊണ്ടുപോകുന്നില്ല. അവന് ഒരു പാർലജി ബിസ്ക്കറ്റ് ഞാൻ രാവിലെ സെറ്റ് ചെയ്ത് വച്ചിരുന്നു. ക്യാച്ച് കണ്ടോ. ഇനി നമുക്ക് കൺവെൻഷൻ ഹാളിലേക്ക് പോകാം. പിടിച്ചോളണം. അയ്യോ, പിടിച്ചോളണം. തട്ടി തീർക്കുകയാണ്. എങ്ങനെ ഇട്ടാലും പിടി. നോക്കിക്കോ. കണ്ടാ മോനെ മോനെ ഞങ്ങൾക്ക് പോണ്ടേടാ. എന്തടാ എന്ത് ഭാഷ അറിയില്ലെങ്കിലും സ്നേഹത്തിന് ഭാഷയുടെ അതിർവരമ്പുകൾ ഒന്നും ബാധകമല്ല എന്ന് ഈ ഘട്ടത്തിൽ തെളിയിക്കുകയാണ്. ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ ഇരുന്നാൽ പോലും അവനത് ചോദിച്ചു മേടിക്കില്ല. അതാണ് അവൻ്റെ മാന്യത. ഇങ്ങനെ കൊടുത്താലും അവൻ തൊടില്ലാത്തല്ലേ. പക്ഷെ നമ്മൾ മോനെ ക്യാച്ച്. അവനങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതൊന്നുമല്ല. വാ. Come on, my Betty. Bang. ഇനി നമുക്കിത് മോപ്പോട്ടിടാൻ പോവുകയാണ്. അങ്ങനെ
അങ്ങനെ ഹോട്ടലിന് പുറത്തുള്ള ഈ മൈതാനത്തിലൂടെ ഈ ഹോട്ടൽ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏതാണ്ട് ഒരു 15 കോടി രൂപയുടെ 4-4.5 ഏക്കർ പരിസരമുള്ള ഒരു ഹോട്ടൽ സമുച്ചയമാണ്. ഈ ഹോട്ടലിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ സ്റ്റേജാണ് കാണുന്നത്. ആ സ്റ്റേജിൻ്റെ ഈ കളമാണ് ഈ ഹോട്ടലിലേക്കുള്ള വഴി. ഇവിടെ നിന്ന് ഞങ്ങൾ രാത്രി വന്നത് അങ്ങോട്ട് കാണിച്ചത്. ഇതാണ് ഞങ്ങൾ വന്ന വഴി. ഇത് വിനീഷയാന്ന് പറയാം. ഈ വഴി കൊണ്ടാണ് ഞങ്ങൾ കയറി വന്നത്. ഇതാണ് ഈ ഹോട്ടൽ. ഇതാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി. ഇത് വലിയ വണ്ടർലേ അനുസ്മരിപ്പിക്കുന്ന വലിയ ഏതാണ്ട് 10-20 കോടി രൂപയുടെ വമ്പൻ പ്രൊജക്റ്റും എല്ലാം ഇവിടെ നടക്കുകയാണ്. ആ ഹോട്ടൽ ഉടമസ്ഥൻ്റെ പട്ടിക്കുട്ടിയാണിത്. ഇവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം വലിയ സ്നേഹം നൽകി. ഒരു ബിസ്ക്കറ്റ് രാത്രി കൊടുത്തപ്പോഴത്തേക്കും അവൻ ഞങ്ങൾ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞു. കണ്ടോ, ഇവനെ മറക്കാൻ കഴിയില്ല. ഹോട്ടലിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ ഈ നമ്മുടെ ഹൈബ്രിഡ് ഐറ്റത്തിനെ കൊണ്ട് വരികയാണ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ സമുച്ചയം. ഒരു സ്റ്റേജ് അവിടെയുണ്ട്, ഒരു സ്റ്റേജ് അവിടെയുണ്ട്. ഇതാണ് ആ ഹോട്ടൽ. സൂപ്പർ ഫുഡാണ്. ആ ഹോട്ടലിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതാണ് ആ ഹോട്ടലിലേക്കുള്ള വഴി. രാത്രി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കും, തിരിച്ച് ഇവിടെ വരും. ആ കാണുന്ന പൂത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ രാത്രി ഉന്മേഷിക്കാൻ വേണ്ടി അവിടെ വണ്ടർല പോലെ അവിടെ സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോകാം. കമോൺ.